CPM പ്രവർത്തകൻ അമ്പലത്തിൻകാല അശോകൻ വധക്കേസിൽ 5 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. 3 പേർക്ക് ജീവപര്യന്തം, എല്ലാവരും 50,000 രൂപ പിഴയും നൽകണം. സന്തോഷം എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഇപ്പോൾ ആ വിധി നടപ്പിലാക്കിയത്. കോടതിയെ ഞങ്ങൾ ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്. ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും ഞങ്ങളെ സഹോദരങ്ങൾക്കും എൻ്റെ അശോകൻ്റെ 2 പെമ്മക്കൾക്കും ഭാര്യയ്ക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും ഞാൻ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു. ആ പാർട്ടിയിലെ എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും പാർട്ടിക്കാർക്കും എല്ലാവർക്കും അതൊരു സന്തോഷമായി മാറിയിരിക്കുകയാണ്. 2013 5-ാം മാസം 5-ാം തീയതി 6:30 മണിക്കാണ് എൻ്റെ അശോകനെ ബ്ലൈഡ് മാഫിയ സംഘം എന്ന പേരിൽ ഇവർ ഒരു ചോദ്യം ചെയ്തതിൻ്റെ ഫലമായി വെട്ടിക്കൊന്നത്. വിവരങ്ങളുമായിട്ട് ഗോകുൽനാഥ് ചേർന്നുണ്ട്. ഗോകുൽ, അശോകൻ വധക്കേസിൽ 5 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ. അദ്ദേഹത്തിന്റെ സഹോദരി ഏറെ സന്തോഷമുണ്ട് എന്നുള്ളതുമാണ് ആ വിധിയിൽ പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? കാട്ടാങ്കട അശോകൻ വധക്കേസ് അത് രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. 2013 മെയ് മാസം 5-ാം തീയതി 6:30 ആലങ്കോട് ജംഗ്ഷനിൽ വെച്ച് CPM പ്രവർത്തകനായ അശോകനെ RSS പ്രവർത്തകരായിട്ടുള്ള 19 പേരാണ് ഈ കേസിലുണ്ടായിരുന്നത്. അതിൽ പലരെയും പിന്നീട് കോടതി വിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 9 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ അവസാന അന്തിമഘട്ട ഒരു വിധി ഉണ്ടാകുന്നത്. ആ വിധിയിലാണ് ഇപ്പോൾ 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 50,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. കൂടാതെ 7, 10, 12 പ്രതികൾക്ക് ജീവപര്യന്തവും അതേപോലെ തന്നെ 70,000 രൂപയും പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇത് 2013 മെയ് മാസം സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അത് ബ്ലേഡ് മാഫിയ എന്നുള്ള പേരിൽ RSS പ്രവർത്തകരാണ് ഈ 8 പേരും. ഇപ്പോൾ ഈ ശിക്ഷാവിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 8 പേരും RSS പ്രവർത്തകരാണ്. ഇതിൽ മുഖ്യ ശിക്ഷ അടക്കമുള്ള ആളുകൾ ബ്ലേഡ് മാഫിയ സംഘമായി പ്രവർത്തിക്കുന്ന ഒരു സംഭവം പൊതുപ്രവർത്തകനായിരുന്ന അശോകന്റെ മുൻപിലേക്ക് എത്തുന്നു. അശോകൻ തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇവരുമായി ചെറിയ വാക്കേറ്റവും ഉണ്ടാകുന്നു. അതേ തുടർന്നാണ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ആലങ്കോട് ജംഗ്ഷനിൽ കൊണ്ടുപോയി 38 വെട്ട് വെട്ടിയാണ് അശോകനെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് കേസ്. എന്തായാലും അതിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഇതിലാണ് കുടുംബത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നതും. എന്തായാലും ഇതിൽ പ്രധാനമായും 8 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ആ 8 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും ലഭിച്ചിരിക്കുകയാണ്. ആര്യ, ശരി, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.